കുവൈത്ത് റോഡുകളിൽ വാഹനമോടിക്കുന്നവർ ജാഗ്രത നിരീക്ഷണവുമായി ഹെലികോപ്റ്ററുകളും ഹൈടെക് ക്യാമറകളുമുണ്ട്. അറബിക് സ്കൂളുകൾ അടുത്തയാഴ്ച ആരംഭിക്കുന്നതിനെ തുടർന്ന് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനും റോഡിലെ തിരക്ക് നിയന്ത്രിക്കാനുമായി ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക ട്രാഫിക് പദ്ധതി പ്രഖ്യാപിച്ചു. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷയും ഗതാഗതവും ഉറപ്പാക്കാൻ ആഭ്യന്തര മന്ത്രാലയം സമഗ്രമായ സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചു. സ്കൂൾ സമയങ്ങളിൽ 300-ലധികം ട്രാഫിക് രക്ഷാപ്രവർത്തനം, പൊതുസുരക്ഷാ പെട്രോളിംഗ് സംഘങ്ങൾ വിന്യസിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഹെലികോപ്റ്ററുകളും ഓപ്പറേഷൻസ് റൂമുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന നൂതന ക്യാമറകളും ഗതാഗത നിയന്ത്രണത്തിനായി പ്രവർത്തിക്കും. ട്രാഫിക് പെട്രോളുകൾ രാവിലെ 6 മുതൽ 8:30 വരെയും ഉച്ചയ്ക്ക് 12 മുതൽ 2:30 വരെയും പ്രവർത്തിക്കും. സബാഹ് അൽ സാലിം, ഹവല്ലി, ജബ്രിയ, ഫർവാനിയ, അൽറക്ക, സെൽവ തുടങ്ങിയ തിരക്കേറിയ മേഖലകൾക്ക് പ്രത്യേക മുൻഗണന നൽകും. 150 സ്കൂളുകൾക്ക് നേരിട്ടുള്ള സുരക്ഷാ പരിരക്ഷയും റോഡ് അറ്റകുറ്റപ്പണികളിൽ ഗതാഗത തടസ്സം ഒഴിവാക്കാൻ പൊതുമരാമത്ത് മന്ത്രാലയവുമായി സഹകരണവും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് കാൽനട ക്രോസിംഗുകൾ കർശനമായി നിരീക്ഷിക്കും. കുട്ടികളെ സീറ്റ് ബെൽറ്റ് കെട്ടാതെ കൊണ്ടുപോകുന്ന മാതാപിതാക്കൾക്ക് പിഴയും തിരക്കേറിയ സമയങ്ങളിൽ ട്രക്കുകൾ നിരോധനവും നടപ്പാക്കും. പ്രവാസി ഡ്രൈവർമാരെ ലക്ഷ്യമിട്ട് കടുത്ത നടപടികൾ ഉണ്ടായിരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. മേജർ ജനറൽ ഹമീദ് അൽ ദവാസ് പൊതുജനങ്ങളുടെ സഹകരണം അഭ്യർത്ഥിക്കുകയും കമ്മ്യൂണിറ്റി പങ്കാളിത്തത്തിലൂടെയാണ് സുരക്ഷാക്രമം ഉറപ്പാക്കാനാകുമെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. മീഡിയ 1 കുവൈറ്റ് സിറ്റി.